പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 8 കൺട്രോളിംഗ് അഥവാ നിയന്ത്രണം എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മീനിങ് ഓഫ് കൺട്രോളിംഗ്. എന്താണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ? കൺട്രോളിംഗ് മീൻസ് ensuring that activities in an organization are performed as per the plans. ആസൂത്രണം ചെയ്ത പ്രകാരം പ്രവർത്തികൾ പൂർത്തീകരിച്ചോ എന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് നിയന്ത്രണം. Managerial control implies the measurement of accomplishment against the standard and the correction of deviations to assure attainment of objectives according to plans. മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരമനുസരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ആവശ്യമായ തിരുത്തൽ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന മാനേജ്മെന്റ് പ്രക്രിയയാണ് നിയന്ത്രിക്കൽ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിംഗ്? നിയന്ത്രണത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, controlling is a goal-oriented function. It ensures the accomplishment of planned objectives. ഇതൊരു ലക്ഷ്യോന്മുഖ പ്രവർത്തനമാണ്. പ്ലാൻ ചെയ്തതുപോലെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചോ എന്ന് പരിശോധിക്കലാണ് നിയന്ത്രണം എന്ന് പറയുന്ന പ്രക്രിയ. Secondly, controlling is a pervasive function. Managers at all levels of management, top, middle and lower level, need to perform controlling functions. നിയന്ത്രണം സാർവത്രികമാണ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും നിർവഹിക്കപ്പെടേണ്ട ഒരു കർത്തവ്യമാണ് കൺട്രോളിംഗ്. Thirdly, controlling should not be the last function of management. It is a function that brings back the management cycle back to planning function. Thus, controlling only completes one cycle of management process and improves planning in the next cycle. മാനേജ്മെൻറ്റ് അവസാന ധർമ്മമാണ് നിയന്ത്രണം എന്ന് പറയുന്നത് ശരിയല്ല. നിയന്ത്രണ പ്രക്രിയയിലൂടെ കുറവുകൾ കണ്ടെത്തിയാൽ ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നു. മാനേജ്മെൻറ്റിൻ്റെ അവസാന ധർമ്മമാണ് നിയന്ത്രണം എന്ന് പറയുന്നത് ശരിയല്ല. നിയന്ത്രണ പ്രക്രിയയെ തുടർന്ന് ആസൂത്രണ പ്രക്രിയ ആവർത്തിക്കുന്നുണ്ട്. നിയന്ത്രണ പ്രക്രിയയിലൂടെ കുറവുകൾ കണ്ടെത്തിയാൽ ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നു. നാലാമതായി, കൺട്രോളിംഗ് ഈസ് ബാക്ക്വേർഡ് ലുക്കിംഗ്. Controlling evaluates the past performance on the basis of predetermined standards. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ വിശകലനമാണ് നിയന്ത്രണം എന്ന് പറയുന്നത്. പെർഫോം ചെയ്തു കഴിഞ്ഞ പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രണത്തിലൂടെ വിലയിരുത്തുന്നത്. അഞ്ചാമതായി, കൺട്രോളിംഗ് ഇൻവോൾവ്സ് കറക്റ്റീവ് ആക്ഷൻ. The controlling function finds out how far actual performance deviates from standards, analyzes the causes of such deviations and attempts to take corrective action based on the same. തിരുത്തൽ നടപടികൾ കൺട്രോളിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. യഥാർത്ഥ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് കാര്യമായ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ തിരുത്തൽ നടപടികൾ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നു. അവസാനമായി, കൺട്രോളിംഗ് ഈസ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക്. Analyzing the deviations helps in formulation of future plans in the light of problems that were identified. This helps in better planning in the future period. നിയന്ത്രണം ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒന്നുകൂടിയാണ്. കണ്ടെത്തിയ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് നിയന്ത്രണം സഹായിക്കുന്നു. അതുകൊണ്ട് നിയന്ത്രണ പ്രക്രിയ മാനേജ്മെൻറ്റ് കർത്തവ്യങ്ങളുടെ ചാക്രികമായ ഒരു ആവർത്തനം പൂർത്തിയാക്കുകയും തുടർന്ന് മെച്ചപ്പെട്ട ആസൂത്രണം ആരംഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒന്ന് മാത്രമല്ല, നിയന്ത്രണം ഭാവിയെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നെക്സ്റ്റ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്. നിയന്ത്രണത്തിൻ്റെ പ്രാധാന്യത്തിൽ ഒന്നാമത്തെ പോയിന്റ്, അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ലക്ഷ്യങ്ങൾ സഫലീകരിക്കാൻ നിയന്ത്രണം സഹായിക്കുന്നു. It measures actual performance with the standard performance and making corrective actions.
നിയന്ത്രണ പ്രക്രിയയിലൂടെ ലക്ഷ്യനിർവഹണത്തിലേക്കുള്ള പുരോഗതി വിലയിരുത്തുകയും വ്യതിയാനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. ആവശ്യമായ തിരുത്തൽ നടപടികളിലൂടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ സഫലീകരിക്കാൻ ഇതിലൂടെ കഴിയുന്നു. സെക്കൻഡ്ലി, ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. നിലവാരത്തിൻ്റെ കൃത്യത നിർണ്ണയിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് വിച്ച് ഹെൽപ്സ് ടു റിവൈസ് ദ സ്റ്റാൻഡേർഡ്സ് ഇഫ് നീഡഡ്. ഒരു നല്ല നിയന്ത്രണ സംവിധാനത്തിലൂടെ നിശ്ചയിക്കപ്പെട്ട നിലവാരത്തിൻ്റെ അനുയോജ്യത നിർണ്ണയിക്കാൻ കഴിയും. നിശ്ചയിച്ചിട്ടുള്ള നിലവാരത്തിൽ ജീവനക്കാരിൽ ഒരാൾക്കും എത്തിച്ചേരാൻ കഴിയുന്നില്ലെങ്കിൽ അത് പുതുക്കി നിശ്ചയിക്കണം. അതുപോലെ തന്നെ നിലവാരം അനായാസമായി എല്ലാവർക്കും പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നാണെങ്കിലും പുതുക്കി നിശ്ചയിക്കേണ്ടതുണ്ട്. തേർഡിലി, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം. കൺട്രോളിംഗ് ഹെൽപ്സ് ടു റെഡ്യൂസ് വേസ്റ്റേജസ് ഓഫ് റിസോഴ്സസ്. നിയന്ത്രണത്തിലൂടെ ഉൽപ്പാദന വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയുന്നു. അടുക്കും ചിട്ടയോടും കാര്യങ്ങൾ നടക്കുന്നതിനാൽ അവിടെ കാര്യക്ഷമതയുണ്ടാകുന്നു. നാലാമതായി, ഇംപ്രൂവിംഗ് എംപ്ലോയി മോട്ടിവേഷൻ. ജീവനക്കാരുടെ പ്രചോദനം. എംപ്ലോയീസ് ആർ aware about that what is expected from him so that they will be motivated. പ്രവർത്തന നിലവാരം മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനാൽ ജീവനക്കാർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ സ്വയം വിലയിരുത്താൻ കഴിയുന്നു. ഇത് മികച്ച പ്രവർത്തനങ്ങൾക്ക് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നു. ഫിഫ്തിലി, കൺട്രോളിംഗ് എൻഷുവേഴ്സ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ. ക്രമവും അച്ചടക്കവും ഉറപ്പാക്കുന്നു. Close watch on the performance of employees make order and discipline in the organization. നിയന്ത്രണം ഒരു സ്ഥാപനത്തിന് അടുക്കും ചിട്ടയും അച്ചടക്കവും പ്രദാനം ചെയ്യുന്നു. അച്ചടക്കത്തോടുകൂടി ജീവനക്കാർ അവരുടെ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനാൽ പ്രവർത്തന വിലയിരുത്തലും തിരുത്തൽ നടപടികളും അച്ചടക്കത്തോടുള്ള പ്രവർത്തനത്തിന് കാരണമാകുന്നു. ആൻഡ് ലാസ്റ്റ്ലി, കോഓർഡിനേഷൻ. ഏകോപനത്തിന് സൗകര്യമുണ്ടാക്കുന്ന ഒന്നാണ് കൺട്രോളിംഗ്. An effective system of controlling is essential to coordinate the activities of employees and departments. സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ കൂട്ടിയിണക്കാൻ നിയന്ത്രണം സഹായിക്കുന്നു. ഒരു സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏകീകരിക്കുന്നതും ലക്ഷ്യപ്രാപ്തി നേടുന്നതും നിയന്ത്രണത്തിലൂടെയാണ്. ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ്. നിയന്ത്രണത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ്ലി, ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. നിലവാരം നിശ്ചയിക്കാനുള്ള പ്രയാസം. ഓൾ സ്റ്റാൻഡേർഡ്സ് കനോട്ട് ബി ഫിക്സ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് സോ ദാറ്റ് കൺട്രോളിംഗ് ബിക്കംസ് ലെസ് ഇഫക്റ്റീവ്. പ്രവൃത്തിയുടെ നിലവാരം കൃത്യമായി അളവുകളായി നിശ്ചയിക്കാൻ പലപ്പോഴും കഴിയില്ല. ജീവനക്കാരുടെ ആത്മാർത്ഥത, തൊഴിൽ സംതൃപ്തി, പെരുമാറ്റം എന്നിവയ്ക്കൊന്നും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന നിലവാരം നിശ്ചയിക്കുക അത്ര എളുപ്പമല്ല. സെക്കൻഡ്ലി, ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ബാഹ്യഘടകങ്ങളുടെ സ്വാധീനമാണ്. ഗവൺമെൻറ് പോളിസി, ടെക്നോളജിക്കൽ ചേഞ്ചസ്, കോമ്പറ്റീഷൻ എക്സെട്ര such external factors cannot be controlled by the organization. ബാഹ്യഘടകങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നിയന്ത്രണ സംവിധാനത്തെ പരാജയപ്പെടുത്തുന്നു. സാങ്കേതിക മാറ്റം, സർക്കാർ നയമാറ്റം എന്നിവ മൂലം നിശ്ചയിക്കപ്പെട്ട നിലവാരം വിലയിരുത്തലിന് അനുയോജ്യമായി തീരുന്നില്ല. തേർഡ്ലി, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ജീവനക്കാരിൽ നിന്നുള്ള എതിർപ്പ്. എംപ്ലോയീസ് ഫീൽ ദാറ്റ് കൺട്രോളിംഗ് റെഡ്യൂസസ് ദെയർ ഫ്രീഡം. സ്വാതന്ത്ര്യം കുറയുന്നു എന്ന തോന്നൽ മൂലം ജീവനക്കാർ പലപ്പോഴും നിയന്ത്രണത്തെ എതിർക്കുന്നു. ജീവനക്കാരുടെ സഹകരണം ലഭിച്ചില്ലെങ്കിൽ നിയന്ത്രണം വിജയിക്കില്ല. ലാസ്റ്റ്ലി, കോസ്റ്റ്ലി അഫെയർ. ചെലവേറിയ ഒന്നാണ് നിയന്ത്രണം. സ്മോൾ ഓർഗനൈസേഷൻസ് കനോട്ട് അഫോർഡ് ആൻ ഇഫക്റ്റീവ് സിസ്റ്റം ഓഫ് കൺട്രോൾ. ഒരു നല്ല നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്താൻ ധാരാളം പണച്ചെലവ് വേണ്ടിവരുന്നു. അതുകൊണ്ട് ചെറുകിട സ്ഥാപനങ്ങൾക്ക് ചെലവേറിയ നിയന്ത്രണ പ്രക്രിയ ഉപയോഗിക്കാൻ കഴിയില്ല. നെക്സ്റ്റ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ്. ആസൂത്രണവും നിയന്ത്രണവും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആസൂത്രണവും നിയന്ത്രണവും മാനേജ്മെൻറ്റിലെ ഇരട്ടകൾ, ടിൻസ് ഇൻ മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ബന്ധം പ്രധാനപ്പെട്ട 4 പോയിന്റുകളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം.
ഒന്നാമതായി ഇന്റർഡിപെൻഡന്റ് ആൻഡ് ഇൻസെപ്പറബിൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇന്റർഡിപെൻഡൻ്റ് ആണ്, അതോടൊപ്പം തന്നെ ഇൻസെപ്പറബിൾ ആണ്. സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത രണ്ട് ഫങ്ഷൻസ് ആണ്. വിത്തൗട്ട് എ പ്ലാൻ there is nothing to control. Planning is useless without control, and control is impossible without a plan. ആസൂത്രണം ചെയ്തപോലെ പ്രവർത്തികൾ പൂർത്തീകരിച്ചോ എന്ന് പരിശോധിക്കലാണ് നിയന്ത്രണം. അതുകൊണ്ട് നിയന്ത്രണ പ്രക്രിയ ഇല്ലാതെ ആസൂത്രണം അർത്ഥശൂന്യമാണെന്ന് പറയാം. തന്നെയുമല്ല, ആസൂത്രണമില്ലാതെ നിയന്ത്രണം സാധ്യവുമല്ല. സെക്കൻഡ്ലി, ബോത്ത് ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് റീഇൻഫോഴ്സ് ഈച്ച് അതർ. പരസ്പര ബന്ധിതമാണ്, അതോടൊപ്പം തന്നെ ഒന്ന് മറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. പ്ലാനിംഗ് മേക്സ് കൺട്രോളിംഗ് ഈസിയർ ആൻഡ് ഇഫക്റ്റീവ്. കൺട്രോളിംഗ് റിവീൽസ് ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് പ്ലാനിംഗ്. പ്ലാനിംഗ് കൺട്രോളിങ്ങിനെ അനായാസമാക്കുന്നു, കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. നേരെ തിരിച്ച് കൺട്രോളിങ്ങിലൂടെ പ്ലാനിങ്ങിൻ്റെ പോരായ്മകൾ തിരിച്ചറിയാൻ കഴിയുന്നു. Thirdly speaking, planning is looking ahead and controlling is looking back. Plans are prepared for the future, so planning is looking ahead. But controlling is a postmortem of past activities, so it is backward looking. ആസൂത്രണത്തിൽ പദ്ധതികൾ തയ്യാറാക്കുന്നത് നാളേക്ക് വേണ്ടിയാണ്. അതിനാൽ ആസൂത്രണം ഭാവിയെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒന്നാണ്, അതായത് ഫോർവേഡ് ലുക്കിംഗ് ആണ്. എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായി നിയന്ത്രണം കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ വിലയിരുത്തലാണ്. ഈ അർത്ഥത്തിൽ നിയന്ത്രണം ഭൂതകാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. എന്നിരുന്നാലും നിയന്ത്രണം നിർവഹിക്കുന്നത് ഭാവിയിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ തന്നെയാണ്. നിയന്ത്രണത്തിലൂടെ വ്യതിയാനങ്ങൾ കണ്ടെത്തി തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ഭാവിയിൽ തെറ്റുകൾ ആവർത്തിക്കുന്നതിനെ തടയുന്നു. അതുകൊണ്ട് ആസൂത്രണത്തെ പോലെ തന്നെ നിയന്ത്രണവും ഭാവിയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്ന് പറയാൻ സാധിക്കും. സോ ബോത്ത് പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ് ആർ ഫോർവേഡ് ലുക്കിംഗ് ഓർ ലുക്കിംഗ് എഹെഡ്. രണ്ടും ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്, ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നതാണ്. അവസാനമായി, പ്ലാനിംഗ് ഈസ് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് കൺട്രോളിംഗ് ഈസ് ഇവാലുവേറ്റീവ്. Planning provides the guidelines for controlling, and controlling evaluates the performance of planned activities. ചിന്തകളിലൂടെയും വിശകലനത്തിലൂടെയും ലക്ഷ്യ സബലീകരണത്തിനായി ഏറ്റവും ഉചിതമായ വഴി തിരഞ്ഞെടുക്കലാണ് ആസൂത്രണം. എന്നാൽ നിയന്ത്രണത്തിൽ മുൻകൂട്ടിയെടുത്ത തീരുമാനങ്ങൾ പ്രവൃത്തിപഥത്തിൽ എത്തിയോ എന്ന് പരിശോധിക്കലാണ്. അതുകൊണ്ട് നിയന്ത്രണം വ്യവസ്ഥകൾ വെക്കുന്നതും, അതായത് പ്രിസ്ക്രിപ്റ്റീവാണ്. എന്നാൽ നിയന്ത്രണം മൂല്യനിർണ്ണയം നടത്തുന്നതാണ്, അഥവാ ഇവാലുവേറ്റീവാണ്. അടുത്തായി കൺട്രോളിംഗ് പ്രോസസ് നമുക്ക് ചർച്ച ചെയ്യാം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ കൺട്രോളിംഗ് പ്രോസസ്? നിയന്ത്രണ പ്രക്രിയയിലെ നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. ഒന്നാമതായി, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നിലവാരം നിശ്ചയിക്കുക എന്നുള്ളത്. ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് മേ സെറ്റ്. നിലവാരം നിശ്ചയിക്കലാണ് നിയന്ത്രണ പ്രക്രിയയിലെ ഒന്നാമത്തെ ഘട്ടം. പ്രവൃത്തിയെ അളക്കാനുള്ള മാനദണ്ഡമായി നിലവാരങ്ങൾ നിശ്ചയിക്കാവുന്നതാണ്, അതായത് ക്രൈറ്റീരിയ നിശ്ചയിക്കാവുന്നതാണ്. നിലവാരം നിശ്ചയിക്കുമ്പോൾ പരമാവധി അളവുപരമായ നിലവാരം നിശ്ചയിക്കാൻ മാനേജർമാർ ശ്രമിക്കേണ്ടതാണ്. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. യഥാർത്ഥ പ്രവർത്തനം അളക്കുന്നു. പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഷുഡ് ബി മെഷേർഡ്. നിയന്ത്രണ പ്രക്രിയയിലെ രണ്ടാമത്തെ ഘട്ടം യഥാർത്ഥ പ്രവർത്തനങ്ങളെ അളന്നു തിട്ടപ്പെടുത്തുക എന്നതാണ്. വിവിധ വ്യക്തികളും ഗ്രൂപ്പുകളും വകുപ്പുകളും പൂർത്തിയാക്കിയ ജോലി അളന്നു തിട്ടപ്പെടുത്തുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. വ്യക്തിഗത നിരീക്ഷണം അഥവാ പേഴ്സണൽ ഒബ്സർവേഷൻ, സാമ്പിൾ പരിശോധന അഥവാ സാമ്പിൾ ചെക്കിംഗ്, പ്രവർത്തന റിപ്പോർട്ട് അഥവാ പെർഫോമൻസ് റിപ്പോർട്ട് എന്നീ മാർഗങ്ങളിലൂടെ പ്രവർത്തന നേട്ടങ്ങൾ അളന്നു തിട്ടപ്പെടുത്താവുന്നതാണ്. Then the third step is comparison of actual performance. നിലവാരവുമായിട്ട് താരതമ്യം ചെയ്യലാണ് യഥാർത്ഥ പ്രവർത്തനത്തെ. Comparison with the standards reveals the deviations.
മുൻ നിശ്ചയിച്ച നിലവാരവുമായി യഥാർത്ഥ ജോലി നിർവഹണത്തെ താരതമ്യം ചെയ്യുന്ന ഘട്ടമാണിത്. ഈ താരതമ്യം അനായാസമാകണമെങ്കിൽ നിലവാരം അളവുപരമായി നിശ്ചയിക്കേണ്ടതുണ്ട്. The fourth step in controlling process is analyzing deviations. വ്യതിയാനം വിശകലനം ചെയ്യുന്നു. Deviations in key areas require urgent attention. മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരത്തിൽ നിന്നുമുള്ള യഥാർത്ഥ ജോലി നിർവഹണത്തിൻ്റെ വ്യത്യാസം എത്രയെന്ന് കണ്ടെത്തുന്ന നിയന്ത്രണ ഘട്ടമാണിത്. വ്യതിയാനങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് അവലംബിക്കാറുള്ള 2 രീതികളുണ്ട്. ഡീവിയേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള 2 രീതികളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. The 2 ways of analyzing deviations. First is critical point control. In this method, control should be focused on critical points or key result areas. For example, increase in labor cost is a serious matter than increase in postal charges for a manufacturer. നിർണായക ഇടങ്ങളുടെ നിയന്ത്രണമാണിത്. ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പരിശോധിച്ച് നിയന്ത്രിക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന താക്കോൽ സ്ഥാനങ്ങളിൽ അഥവാ കീ റിസൾട്ട് ഏരിയാസിലാണ് അതീവ ശ്രദ്ധയോടെ നിയന്ത്രണം നടപ്പാക്കേണ്ടത്. ഉദാഹരണമായി, ഒരു വ്യവസായ സ്ഥാപനത്തിൽ തൊഴിലാളികളുടെ കൂലി ഇനത്തിൽ 2% വർധനവുണ്ടാകുന്നത് തപാൽ ചെലവുകളിൽ 20% വർധനവുണ്ടാകുന്നതിലും ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഡീവിയേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രീതി മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അഥവാ കൺട്രോൾ ബൈ എക്സെപ്ഷൻ, ഒഴിവാക്കൽ സിദ്ധാന്തമാണിത്. ഡീവിയേഷൻസ് which cannot be easily solved by the lower level management alone should be reported to the top management. ഈ സിദ്ധാന്തം അനുസരിച്ച് നിശ്ചിത പരിധിയിൽ അധികമായിട്ടുള്ള വ്യതിയാനങ്ങൾക്ക് മാത്രം ഉന്നത മാനേജ്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി. നിലവാരത്തിൽ നിന്നും കാര്യമായ വ്യതിയാനമില്ലെങ്കിൽ അത് അവഗണിക്കാമെന്നാണ് ഈ തത്വത്തിൻ്റെ ആശയം. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാതെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ഈ തത്വം ഓർമ്മിപ്പിക്കുന്നത്. If we try to control everything, we should end up with control nothing. കൺട്രോളിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പ്, the final step is taking corrective actions. തിരുത്തൽ നടപടികൾ സ്വീകരിക്കലാണ്. Top management should take necessary steps to correct the past actions so that it will not occur in future. ആവശ്യമായ തിരുത്തൽ നടപടികൾ എടുക്കലാണ് നിയന്ത്രണ പ്രക്രിയയിലെ അവസാന ഘട്ടം. നിസ്സാരമായ വ്യതിയാനങ്ങൾ അവഗണിക്കുകയും ഗുരുതരമായ വ്യതിയാനങ്ങൾക്ക് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. നിർണായക മേഖലകളിലുള്ളതും നിശ്ചയിച്ച പരിധിയിൽ അധികമായിട്ടുള്ള വ്യതിയാനങ്ങൾക്ക് തിരുത്തൽ നടപടികൾ അനിവാര്യമാണ്. ഈ കൺട്രോളിംഗ് പ്രോസസ്സിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, നിലവാരം നിശ്ചയിക്കൽ. മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, യഥാർത്ഥ പ്രവർത്തനം അളക്കൽ. കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്സ്, യഥാർത്ഥ പ്രവർത്തനവും നിലവാരവുമായിട്ട് താരതമ്യം ചെയ്യൽ. അനലൈസിംഗ് ഡീവിയേഷൻസ്, വ്യതിയാന വിശകലനം ചെയ്യൽ. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ, തിരുത്തൽ നടപടികൾ സ്വീകരിക്കൽ. These all are the steps in the controlling process. Next, about the various techniques of managerial control. മാനേജീരിയൽ നിയന്ത്രണ രീതികൾ അഥവാ തന്ത്രങ്ങളാണ്. നിയന്ത്രണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെ പരമ്പരാഗത രീതികളെന്നും ആധുനിക രീതികളെന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. Techniques of managerial control are broadly classified as traditional techniques and modern techniques. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ട്രഡീഷണൽ ടെക്നിക്കുകൾ പേഴ്സണൽ ഒബ്സർവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, ബജറ്ററി കൺട്രോൾ എന്നിവയാണ്. The modern techniques are return on investment, ratio analysis, responsibility accounting, management audit, PERT and CPM, management information system, MIS. ആദ്യമായി ട്രഡീഷണൽ ടെക്നിക്സിനെ കുറിച്ച് വിശദമായിട്ട് കാണാം. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ ഒബ്സർവേഷൻ അഥവാ വ്യക്തിഗത നിരീക്ഷണം. ഇറ്റ് വിൽ ക്രിയേറ്റ് എ സൈക്കോളജിക്കൽ പ്രഷർ ഓൺ ദ എംപ്ലോയി ടു പെർഫോം വെൽ. മാനേജർമാർ നേരിട്ട് ജോലിക്കാരുടെ ജോലി നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ സാന്നിധ്യവും പരിശോധനയും
ജോലികൾ കൃത്യതയോടെ പൂർത്തീകരിക്കാനുള്ള മാനസിക സമ്മർദ്ദം ജീവനക്കാരിൽ ഉണ്ടാക്കുന്നു. The second traditional technique is statistical reports. Statistical information on the performance of employees helps to exercise control. ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ വിവിധ സ്റ്റാറ്റിസ്റ്റിക്കൽ ഉപാധികൾ ഉപയോഗിച്ച് വിശകലനം ചെയ്ത് വിലയിരുത്തുന്ന രീതിയാണിത്. മുൻകൂട്ടി നിശ്ചയിച്ച നിലവാരവുമായി താരതമ്യം ചെയ്യുന്നതിനും വിവിധ കാലയളവുകളിലെ പ്രവർത്തനങ്ങളെ പരസ്പരം താരതമ്യം ചെയ്യുന്നതിനും ഈ രീതി സഹായകരമാണ്. The third traditional technique is break-even analysis. Break-even point ആണ് ഇവിടെ കാണുന്നത്. Break-even point is the level of operation where the total revenue are equal to total cost. Break-even point ഗ്രാഫിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ലാഭനഷ്ടങ്ങൾ 0 വിൽപ്പന അളവാണ് ബ്രേക്ക്-ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓരോ വിൽപ്പന ലക്ഷ്യത്തിനുമുള്ള ലാഭം കൃത്യതയോടെ മുൻകൂട്ടി നിശ്ചയിക്കാൻ ബ്രേക്ക്-ഇവൻ പോയിന്റ് നിർണ്ണയിക്കുന്നത് നല്ലതാണ്. ബ്രേക്ക്-ഇവൻ പോയിന്റ് നിർണ്ണയിക്കപ്പെടുന്നത് ആകെ വരുമാനത്തിൻ്റെയും ആകെ ചെലവിൻ്റെയും രേഖകൾ പരസ്പരം സംഗമിക്കുന്ന സ്ഥലത്താണ്. ഈ പോയിന്റിൽ ലാഭനഷ്ടങ്ങൾ 0. ഈ പോയിന്റിലുള്ള വിൽപ്പന ലക്ഷ്യം മുതലായിരിക്കും ലാഭം ലഭിക്കാൻ തുടങ്ങുന്നത്. നാലാമതായി ബജറ്ററി കൺട്രോൾ. ബജറ്റുകൾ തയ്യാറാക്കിയുള്ള നിയന്ത്രണമാണിത്. കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബജറ്ററി സ്റ്റാൻഡേർഡ്സ് ആർ മെയ്ഡ് ഹിയർ. ആസൂത്രണത്തിൻ്റെ സമയത്ത് എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻകൂട്ടി ബജറ്റുകൾ തയ്യാറാക്കുകയും യഥാർത്ഥ പ്രവർത്തനങ്ങളെ ഇവയുമായി താരതമ്യം ചെയ്യുകയുമാണ് ബജറ്ററി കൺട്രോൾ രീതി. തുടർന്ന് മോഡേൺ ടെക്നിക്സ് ഏതൊക്കെയെന്ന് നോക്കാം. ആധുനിക രീതികൾ. ഒന്നാമതായി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ROI. ensures the proper utilization of capital in order to get a reasonable amount of profit. ബിസിനസ്സിൽ മുതൽ മുടക്കിയിരിക്കുന്ന തുക ഫലവത്തായി ഉപയോഗിച്ച് മൂലധന മുടക്കിനനുസരിച്ചുള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഉപാധിയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സെക്കൻഡ്ലി റേഷ്യോ അനാലിസിസ്. എന്താണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? റേഷ്യോ ഈസ് ആൻ അരിത്മാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 figures. 2 സംഖ്യകളെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടാണ് റേഷ്യോകൾ അഥവാ അനുപാതങ്ങൾ ഉണ്ടാക്കുന്നത്. അക്കൗണ്ടിംഗ് അനുപാതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ സാമ്പത്തിക രേഖകൾ വിശകലനം ചെയ്യുന്ന രീതിയാണിത്. വിവിധതരം റേഷ്യോകൾ ഇതിനായി പ്രയോജനപ്പെടുത്താറുണ്ട്. ഈ റേഷ്യോകളെ നമ്മൾ 4 പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ടൈപ്പ് ഓഫ് റേഷ്യോസിൽ ഫസ്റ്റ് വൺ ഈസ് ലിക്വിഡിറ്റി റേഷ്യോസ്. They are calculated to determine short-term solvency of business. ഒരു ബിസിനസ്സിൻ്റെ ഹ്രസ്വകാല കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള ശേഷി അളക്കുന്നതിനുള്ള അനുപാതങ്ങളാണ് ലിക്വിഡിറ്റി റേഷ്യോസ്. കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ അഥവാ ക്വിക്ക് റേഷ്യോ എന്നിവ ഉദാഹരണമാണ്. സെക്കൻഡ്ലി സോൾവൻസി റേഷ്യോസ്. Ratios which are calculated to determine the long-term solvency of business. Examples: debt equity ratio, proprietary ratio and interest coverage ratio. ദീർഘകാല ബാധ്യതകളുടെ തിരിച്ചടവിനുള്ള ശേഷിയാണ് ഈ അനുപാതങ്ങൾ അളക്കുന്നത്. ദീർഘകാല കടങ്ങളുടെ മുതലും പലിശയും കൃത്യമായി സ്ഥാപനത്തിന് കൊടുത്തുവിട്ടാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ സൂചകമാണ് സോൾവൻസി റേഷ്യോകൾ. ഉദാഹരണം: ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നിവ. തേർഡ്ലി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ലാഭക്ഷമത അനുപാതങ്ങളാണിവ. These ratios are calculated to analyze the profitability position of a business. Examples: gross profit ratio, net profit ratio and return on capital employed. ബിസിനസിൻ്റെ ലാഭക്ഷമതയുടെ സൂചകങ്ങളാണിവ. വിറ്റുവരവിനെയോ മുതൽ മുടക്കിനെ അടിസ്ഥാനമാക്കി ലാഭം ഉണ്ടാക്കാനുള്ള കഴിവാണ് ഈ റേഷ്യോകൾ അളക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്നിവ ഉദാഹരണങ്ങളാണ്. ദെൻ ടേൺ ഓവർ റേഷ്യോസ്. ടേൺ ഓവർ റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമിൻ ദ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എക്സാമ്പിൾസ്: debtors turnover ratio,
വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആൻഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. പ്രവർത്തന മികവിൻ്റെ സൂചകങ്ങളാണിവ. ആക്ടിവിറ്റി റേഷ്യോകളെന്നും ഇവ അറിയപ്പെടാറുണ്ട്. വർദ്ധിച്ച ടേൺ ഓവർ റേഷ്യോ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്നിവയൊക്കെ ഉദാഹരണങ്ങളാണ്. The third modern technique used for controlling is responsibility accounting. In this method, different sections or departments are taken as responsibility centers, and the person in charge of the center is responsible for achieving the target. ഈ സംവിധാനത്തിൽ സ്ഥാപനത്തിലെ വിവിധ വകുപ്പുകളെയോ വിഭാഗങ്ങളെയോ ഉത്തരവാദിത്വ കേന്ദ്രങ്ങളായി അഥവാ റെസ്പോൺസിബിലിറ്റി സെൻ്ററായിട്ട് നിശ്ചയിക്കുന്നു. ഓരോ വിഭാഗത്തിനും തലവനെ നിശ്ചയിക്കുകയും പ്രത്യേകമായ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ നിശ്ചിത ലക്ഷ്യങ്ങൾ സഫലീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട വകുപ്പ് തലവനായിരിക്കും. വിവിധ തരത്തിലുള്ള ഉത്തരവാദിത്വ കേന്ദ്രങ്ങൾ നിർണ്ണയിക്കാറുണ്ട്. വിവിധ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് സെൻറ്റർ. In this segment, managers are held responsible for the cost incurred in the center, but not for the revenues. For example, production department is classified as a cost center. ഈ വിഭാഗത്തിന് ചെലവുകളുടെ ഉത്തരവാദിത്തം മാത്രമായിരിക്കും ഉള്ളത്. വരുമാനം ഉണ്ടാക്കാനുള്ള ലക്ഷ്യം ഈ മാനേജർമാരുടെ ചുമതലയിലുണ്ടാവില്ല. ഉദാഹരണം, ഒരു വ്യവസായ സ്ഥാപനത്തിലെ ഉൽപാദന വിഭാഗം അഥവാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ടാമതായി റവന്യൂ സെൻറ്റർ ഒരു റെസ്പോൺസിബിലിറ്റി സെൻ്ററാണ്. എ റവന്യൂ സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് റവന്യൂ. എക്സാമ്പിൾ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. വരുമാനമുണ്ടാക്കാൻ മാത്രം ഉത്തരവാദിത്വമുള്ള വിഭാഗമാണിത്. ഒരു സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് ഉദാഹരണമാണ്. മൂന്നാമതായി പ്രോഫിറ്റ് സെൻറ്റർ. എ പ്രോഫിറ്റ് സെൻറ്റർ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഹൂസ് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂസ് ആൻഡ് കോസ്റ്റ്. എക്സാമ്പിൾ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ചെലവുകളും വരുമാനവും തുല്യ ഉത്തരവാദിത്തങ്ങളായ വകുപ്പുകളാണിത്. ഉദാഹരണമായി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ഈസ് റെസ്പോൺസിബിൾ നോട്ട് ഓൺലി ഫോർ പ്രോഫിറ്റ്സ് but also for investment made in the center in the form of assets. ലാഭത്തോടൊപ്പം നിക്ഷേപത്തിൻ്റെ ഈ ഉത്തരവാദിത്തമുള്ള വിഭാഗമാണിത്. ആസ്തികളുള്ള നിക്ഷേപവും അതിൻ്റെ ലാഭക്ഷമതയും ഇവിടെ മാനേജർമാരുടെ ഉത്തരവാദിത്തമാണ്. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഉദാഹരണമായിട്ട് ഇവിടെ പരിഗണിക്കാവുന്നതാണ്. മോഡേൺ ടെക്നിക്സിൽ അടുത്തായി മാനേജ്മെൻറ്റ് ഓഡിറ്റ്. Evaluating the efficiency of management, both performance and weaknesses are pointed out by this method. ഒരു സ്ഥാപനത്തിലെ മാനേജ്മെൻ്റ് പ്രവർത്തന മികവ് വിലയിരുത്താനുള്ള സംവിധാനമാണിത്. മാനേജീരിയൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭാവി നിർദ്ദേശങ്ങളും ഇതിലൂടെ രൂപപ്പെടുന്നു. മാനേജ്മെൻ്റ് കർത്തവ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതിലുള്ള പോരായ്മകളും ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുന്നു. നെക്സ്റ്റ് മോഡേൺ ടെക്നിക് ഈസ് PERT and CPM, Program Evaluation and Review Technique, PERT. Critical Path Method, CPM. Both these methods are a network analysis technique to determine the time to complete a complex process. സങ്കീർണമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സമയബന്ധിതമായി തീർക്കേണ്ട പ്രോജക്റ്റുകളുടെ രൂപകൽപ്പനയും നടപ്പിലാക്കലും വിലയിരുത്തലുമാണ് ഈ സംവിധാനത്തിൽ ഫലപ്രദമായി ചെയ്യുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ചെലവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട പ്രോജക്റ്റുകളുടെ പ്രവർത്തന സമയക്രമം നിശ്ചയിക്കുകയും വിഭവങ്ങളുടെ വിതരണവുമാണ് ഈ സംവിധാനം കൈകാര്യം ചെയ്യുന്നത്. PERT and CPMൻ്റെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് the project is divided into a number of activities. പൂർത്തീകരിക്കേണ്ട പ്രോജക്റ്റുകളെ വിവിധ പ്രവർത്തനങ്ങളായി തരംതിരിച്ച് ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡെവലപ്പ് എ നെറ്റ്വർക്ക് ഡയഗ്രാം ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ആക്ടിവിറ്റീസ്
വിത്ത് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എ ഫിനിഷിംഗ് പോയിന്റ്. പ്രോജക്റ്റിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള പ്രവർത്തനങ്ങളെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നു. Then the third step, 3 time estimates are made. Optimistic, most likely and pessimistic are made. പ്രോജക്റ്റിൻ്റെ പൂർത്തീകരണത്തിന് ഓരോ പ്രവർത്തനത്തിനും ആവശ്യമുള്ള സമയക്രമം തിട്ടപ്പെടുത്തുന്നു. ഇവിടെ 3 തരം സമയക്രമം തീരുമാനിക്കേണ്ടതുണ്ട്: ഓപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക്. The fourth step is the longest path in the network is determined as a critical path. തയ്യാറാക്കുന്ന നെറ്റ്വർക്കിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാതയെ നിർണായക പാത അഥവാ ക്രിട്ടിക്കൽ പാത്ത് എന്നായി കണക്കാക്കുന്നു. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാലേ സമയബന്ധിതമായി പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. The last step is plan may be modified for prompt execution and timely completion of the project. തയ്യാറാക്കിയ നെറ്റ്വർക്ക് പ്ലാനുകളിൽ ആവശ്യമായ ഭേദഗതി വരുത്തി അവയുടെ സമയബന്ധിത പൂർത്തീകരണം നിയന്ത്രിക്കുന്നു. These all are the steps involved in PERT and CPM. Then the last modern control technique is Management Information System, MIS. It is a computer-based information system which provides data and information on a real-time basis, supports the management for decision making and to take corrective actions and deviations. ശാസ്ത്രീയമായി ഫലവത്തായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാനേജ്മെന്റിന് കൃത്യതയാർന്ന വിവരങ്ങൾ യഥാസമയത്ത് നൽകുന്നതിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത സംവിധാനമാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു മാനേജർക്ക് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിന് കൃത്യതയുള്ള കാലഹരണപ്പെടാത്ത വിവരങ്ങൾ ആവശ്യമുണ്ട്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ഡേറ്റകളെ ശേഖരിച്ച് ആവശ്യാനുസരണം പ്രോസസ്സ് ചെയ്ത് മാനേജർമാർക്ക് തീരുമാനമെടുക്കുന്നതിനുള്ള വിവരങ്ങളായി യഥാസമയത്ത് ലഭ്യമാക്കുന്നു. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട മേന്മകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് MIS. ഫസ്റ്റ്ലി, കളക്ഷൻ, പ്രോസസ്സിംഗ് ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വിഭാഗങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. സെക്കൻഡ്ലി, ഇത് സപ്പോർട്ട് പ്ലാനിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിംഗ്. മാനേജ്മെന്റിന് എല്ലാ തലങ്ങളിലുമുള്ള ആസൂത്രണത്തിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിയന്ത്രണത്തിനും സഹായിക്കുന്നു. തേർഡില്, ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ ഈസ് ഇംപ്രൂവ്ഡ്. മാനേജർമാർക്ക് ഗുണനിലവാരമുള്ള വിവരങ്ങൾ യഥാസമയത്ത് ലഭിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. കേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ വിവരശേഖരണത്തിന്റെ ചെലവുകൾ കുറയ്ക്കാൻ കഴിയുന്നു. ലാസ്റ്റ്ലി, മാനേജേഴ്സ് ആർ നോട്ട് ഓവർലോഡഡ് വിത്ത് ടു മെനി ഇൻഫർമേഷൻ. ആവശ്യമായ വിവരങ്ങൾ മാത്രം നൽകുന്നതിലൂടെ ഓരോ മാനേജർമാരുടെയും ജോലിഭാരം കുറയ്ക്കാൻ കഴിയുന്നു. ദീസ് ഓൾ ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മൾ കണ്ട വിവിധ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോളിനെ ഒന്നുകൂടി ഓർമ്മിക്കുക. ട്രഡീഷണൽ ടെക്നിക്സ്, personal observation, statistical reports, break-even analysis, and also budgetary control. Modern techniques are return on investment, ratio analysis, responsibility accounting, management audit, PERT and CPM, management information system അഥവാ MIS. Thank you for watching this video.